السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. وإذا أصاب مصيبة تصلوا بها فاذكر مصابك بالنبي محمد. ബഹുമാന്യരായ മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ മഹത്തായ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് ആദ്യം എന്നെയും അതുപോലെ നാം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബീഉൽ അവ്വൽ മാസമാണ്. മദീന തലഅൽ ബദ്റു അലൈന മിൻ തനിയ്യാതിൽ വദാഇ എന്ന് പാടിക്കൊണ്ട് എത്രയോ സന്തോഷത്തോടുകൂടി മദീനയിൽ പ്രകാശം പരത്തിയ മദീനയെ വളരെയേറെ സന്തോഷത്തിലാഴ്ത്തിയ വല്ലാത്ത ഒരു നിമിഷമുണ്ടായിരുന്നു. ആ സന്തോഷാധിക്യം പിന്നെ അവിടെയുള്ള ജനസമൂഹങ്ങളുടെ മനസ്സുകളിലേക്ക് മുഴുവനും അവരുടെ അന്തരാളങ്ങളിലേക്ക് മുഴുവനും അള്ളാഹുവിൻ്റെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളിലൂടെയും തലോടലിലൂടെയും തൻ്റെ വചനങ്ങളിൽ നിന്നുതിർന്നു വരുന്ന മണിമുത്തുകളിലൂടെയും സ്നേഹ സംഭാഷണങ്ങളിലൂടെയും എത്രയോ പാവപ്പെട്ട, പ്രയാസപ്പെട്ട, വേദനിക്കുന്ന മനസ്സുകളെ തലോടിക്കൊണ്ട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ ഇങ്ങനെ പുലർത്തി കൊണ്ടുപോകുന്ന സമയം. ഒരു ദിവസം റസൂലുള്ളാഹിയുടെ സവിധത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഒരു നേതാവിൻ്റെ ഗുണം അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ പ്രയാസങ്ങൾ എന്ത്, വിഷമങ്ങൾ എന്ത്, അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുന്ന വല്ലാത്ത ഒരു വിഷമമുണ്ടല്ലോ എന്ന് നേതാക്കളിൽ നേതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, നബിയേ വമാ അർസൽനാക, താങ്കളെ നാം അയച്ചിട്ടേയില്ല, ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല നബിയെ എന്ന് പറഞ്ഞ ഈ ലോകത്തിന്റെ അനുഗ്രഹമായ അല്ലാഹുവിന്റെ മഹാനായ പ്രവാചകൻ, നേതാക്കളിൽ നേതാവായ ആ മഹാമനീഷി തൻ്റെ മുമ്പിലിരിക്കുന്ന തൻ്റെ സഹജന്റെ വേദന, മനോവേദന എന്തെന്ന് തിരിച്ചറിയാൻ പ്രാപ്തിയുള്ള നേതാവായിരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് താങ്കൾ അലട്ടുന്ന വിഷമം, പ്രയാസമെന്ന്. ആ മഹാനായ സ്വഹാബി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹബീബേ, ഇപ്പോൾ ഞങ്ങൾ ഈ മദീന പള്ളിയുടെ ഈ മണൽ കൊണ്ട് നിറച്ച ഈ മദീന പള്ളിയുടെ മനോഹരമായ ഈ അങ്കണത്തിൽ ഞങ്ങൾ താങ്കളോടൊപ്പം നിൽക്കുകയും കളിക്കുകയും ചിരിക്കുകയും താങ്കളോട് ഞങ്ങളുടെ വിഷമങ്ങൾ പറയുകയും താങ്കൾ ഞങ്ങളെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹബീബെ, അങ്ങോടൊപ്പമാണ് ഞങ്ങൾ. പക്ഷേ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് അവന്റെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ നബിയെ, ഒരു പക്ഷേ ഞങ്ങൾക്കും സ്വർഗം ലഭിച്ചാൽ തന്നെ അങ്ങേ ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമോ നബിയെ?
അങ്ങേ അടുത്തേക്കൊന്ന് ഞങ്ങൾക്ക് വരാൻ കഴിയുമോ നബിയെ? ആ ഒരു കാര്യം ഓർത്തിട്ടാണ്, എന്റെ വീട്ടിലെ വിഷമം ഓർത്തിട്ടല്ല, എന്റെ മക്കളുടെ പ്രയാസങ്ങൾ ഓർത്തിട്ടല്ല. എനിക്ക് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ വലുത് അങ്ങ് എന്ന മഹാമനീഷി ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും ആദരവും ഞങ്ങളെ ചേർത്തു പിടിക്കലുമുള്ള ആ ഒരു ഐക്യമില്ലേ, ആ ഒരു സ്നേഹത്തിന്റെ പ്രതീകമായ അങ്ങ് നാളെ അള്ളാഹുവിന്റെ സവിധത്തിൽ ചെല്ലുമ്പോൾ ഹബീബേ, ഈ പള്ളിയിൽ ഇരിക്കുന്നത് പോലെ അങ്ങയോടൊപ്പം ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ, കാണാൻ കഴിയില്ലല്ലോ എന്ന വേദന എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു നബിയെ എന്ന് പറഞ്ഞ അത്രത്തോളം മനുഷ്യനെ കൂട്ടിപ്പിടിക്കുകയും മനുഷ്യന് അവന്റെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അറിയുകയും ചെയ്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസം മദീന ആകെ ഇരുണ്ടുപോയ ഇരുളിലാണ്ട സമയമാണ്. മദീന പ്രയാസത്തിലാണ്, മദീന കരയുകയാണ്. എന്തെന്നറിയോ? സഹാബാക്കൾക്ക് ഒരേ സമയം തന്റെ ഉപ്പയെയും ഉമ്മയെയും ഒരേ സമയം നഷ്ടപ്പെട്ടു പോയാലുണ്ടാകുന്ന വേദനയേക്കാൾ, വഴിയറിയാതെ വിതുമ്പുന്ന ഒരു കുഞ്ഞിനേക്കാൾ പ്രയാസത്തോടെയും വിഷമത്തോടെയും മഹാനായ പ്രവാചകന്റെ വേർപാടിൽ ഉരുകുകയാണ് അവര്. അവിടെയാണ് കവികൾ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കയറാൻ പോലും കഴിയില്ല എന്ന് തോന്നുന്ന അത്രത്തോളം തങ്ങളെ തകർക്കുന്ന വിഷമങ്ങൾ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ കുറിച്ച് ഓർക്കണേ. അതിനേക്കാൾ വലിയ ഒരു വേർപാട് നിങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല എന്ന് അന്നത്തെ കവികൾ പാടിയിട്ടുണ്ട്. അത്രത്തോളം ആ മദീന നിവാസികളുടെയും ലോക മുഅ്മിനുകളുടെയും മനസ്സിൽ അത്രത്തോളം വേദന നിറച്ച വല്ലാത്ത ഒരു സമയമായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ റസൂലുള്ളാഹിയുടെ വേർപാട്. ആരായിരുന്നു അല്ലാഹുവിന്റെ റസൂല്? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതേ, അല്ലാഹുവിന്റെ റസൂലാണ് എല്ലാറ്റിന്റെയും മാതൃക. നിങ്ങൾക്ക് ഏതൊരു പ്രശ്നം വന്നോ, ഏതൊരു വിഷയം വന്നോ, ആ വിഷയങ്ങളുടെ മുഴുവനും മാതൃക നിങ്ങൾ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും ആ റസൂലുള്ളാഹിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറയാനായ സമയത്ത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിക്ക് കിട്ടുന്ന ഓരോ അടയാളങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളും ആ ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അവരോട് പറയുകയാണ്, ആദ്യമായി പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് ഹിജ്റ 10-ാം വർഷത്തിൽ ആദ്യമായി ഹജ്ജിന് വിളംബരം ചെയ്യുകയാണ്. അതിനേക്കാൾ മുമ്പ് നമുക്കറിയാം, സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ റമദാനിന്റെയും അവസാന 10-ലായിരുന്നു ഇഅ്തികാഫിരിക്കാറെങ്കിൽ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിക്ക് വിടവാങ്ങാനായി എന്ന അത് ഓർമ്മപ്പെടുത്തി റസൂലുള്ളാഹിയുടെ അന്തരാളങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിരുന്നു. അതാ റസൂലുള്ളാഹി അവസാനത്തെ റമദാനിൽ 20 ദിവസമാണ് ഇഅ്തികാഫിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ ഒരു ദിവസം പ്രഖ്യാപിക്കുകയാണ്, ഹജ്ജിന്റെ വിളംബരം നടത്തുകയാണ്. ഞാനിതാ ഹജ്ജിന് പുറപ്പെടുകയാണ്. നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം വരാം. അങ്ങനെ 10,000-ഓളം ആളുകൾ റസൂലുള്ളാഹിയോടൊപ്പം അങ്ങനെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം, അതിനു മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയ മറ്റൊരു അടയാളമായിരുന്നു പ്രിയപ്പെട്ടവരെ, അല്ലാഹ് പറഞ്ഞു, നബിയേ ഇന്നക മയ്യിതുൻ, നബിയേ താങ്കൾ തീർച്ചയായും മരിക്കും കേട്ടോ. വ ഇന്നഹും മയ്യിതുൻ,
അവരും മരിക്കും, താങ്കളുടെ കൂട്ടത്തിൽ ഉള്ളവരും മരിക്കും, അവർക്കും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. പിന്നെയോ വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്, നബിയെ ഒരാൾക്കും നാം നിത്യത ഈ ലോകത്ത് നൽകിയിട്ടില്ല. അതുമാത്രമോ അവർക്കൊക്കെ നിത്യത നൽകിയിട്ട് നബിയെ അങ്ങയെ നാം അങ്ങ് മരിപ്പിച്ചേക്കുകയോ? ഒരാൾക്കും നാം നിത്യത നൽകുകയില്ല. അതേ, ഇന്നക മയ്യിത്തുൻ നബിയെ, താങ്കൾ തീർച്ചയായും മരിക്കേണ്ടവനാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്തു. 10,000-ഓളം ആളുകൾ റസൂലുള്ളയോടൊപ്പം ദുൽഹുലൈഫ എന്ന സ്ഥലത്ത് രാത്രിയിൽ എത്തി, അവിടെ തങ്ങി. അതിലേക്ക് 40,000 ആളുകൾ പിന്നെയും വന്നു. അങ്ങനെ 50,000 ആളുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ആദ്യത്തെ ഓർമ്മപ്പെടുത്തല് ആ ജനങ്ങൾക്ക് നൽകുകയാണ്. ജനങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി ആ ജനങ്ങളോട് പറയുന്നു, ഖുദൂ അന്നീ മനാസികകും, ഖുദൂ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പിടിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം, നിങ്ങൾ കാണണം, നിങ്ങൾ നോക്കണം. എന്തേ? നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കി പഠിക്കണേ, നിങ്ങൾ നോക്കി മനസ്സിലാക്കണേ, എന്നിൽ നിന്ന് നോക്കി പഠിക്കണേ സഹാബത്തെ. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു പക്ഷേ ഇനി അടുത്ത ഹജ്ജിലേക്ക്, ആ ഹജ്ജിലേക്ക് നാം തമ്മിൽ കണ്ട് എന്ന് വരില്ല. അങ്ങനെ കാണാൻ ഒരു പക്ഷേ സാധ്യതയില്ല. മഹാനായ പ്രവാചകൻ, പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ തന്റെ വേർപാടിന്റെ അടയാളം ജനങ്ങളോട് പറയുകയാണ്. യാ അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. അതേ ജനങ്ങളെ, നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കണേ, നിങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കണേ എന്ത് ഹജ്ജിന്റെ ഓരോരോ കർമ്മങ്ങളും. കാരണം ഇനി അടുത്ത ഹജ്ജിന്റെ സമയത്തേക്ക് ഒരുപക്ഷെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായി എന്ന് വരില്ല. അതേ, ഒന്നാമത്തെ വിടവാങ്ങലിന്റെ അടയാളം അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ അത് കഴിഞ്ഞു. ജനങ്ങൾ ഇങ്ങനെ പോവാ. ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് അതാ വിശുദ്ധ ഖുർആനിലെ ഒരായത്തിലെ സൂറത്തു തൗദീഅ്, വിടവാങ്ങലിന്റെ അധ്യായം. വളരെ ചെറിയൊരു സൂറത്താണ്, പക്ഷേ മനോഹരമായ സൂറത്താണ്. മഹാനായ പ്രവാചകനോട് അല്ലാഹ് പറയുകയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. നബിയേ, അങ്ങ് എല്ലാം കണ്ടു, അങ്ങയുടെ ഡ്യൂട്ടി അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അതേ നബിയേ, അങ്ങക്ക് ഇനി എന്തില്ല, ജനങ്ങളൊക്കെ വിജയം അങ്ങക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളൊക്കെ അങ്ങനെ കൂട്ടമായി ഇസ്ലാമിലേക്ക് വരാൻ പോകുകയാണ്. ജനങ്ങളൊക്കെ സന്തോഷിച്ചു, സഹാബത്ത് സന്തോഷിച്ചു. കാരണം എന്താണ്? വിജയമാണ് സംഭവിച്ചിരിക്കുന്നത്. തങ്ങൾ ജീവൻ കൊടുക്കാൻ തയ്യാറായ, മാതാവിനെ കൊടുത്തവരുണ്ട്, പിതാവിനെ ബലി കൊടുത്തവരുണ്ട്, പട്ടിണി കിടന്നവരുണ്ട്, തങ്ങളുടെ സമ്പത്തുകൾ മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് വന്നവരുണ്ട്. അങ്ങനെ എത്ര പീഡനങ്ങൾ സഹിച്ചവരുണ്ട്. ഇവർ മുഴുവനും സന്തോഷിക്കുകയാണ്. അപ്പൊ അല്ലാഹ് പറയാണ്, നബിയെ, താങ്കളുടെ ഡ്യൂട്ടി അവസാനിച്ചു കഴിഞ്ഞു കേട്ടോ. അങ്ങയുടെ ഡ്യൂട്ടി നബി അവസാനിച്ചിട്ടുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അതെ, ആദ്യം നമ്മൾ പറഞ്ഞത് സന്തോഷമാണ്. പക്ഷേ നബിയെ, അവർക്ക് ഹിജ്റയില്ല, ഇനി നിങ്ങൾക്ക് പീഡനമില്ല, പ്രയാസമില്ല. പക്ഷേ
ഇവിടെ താങ്കളുടെ ഡ്യൂട്ടി അവസാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് താങ്കൾ മടങ്ങാൻ തയ്യാറാകണേ നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങാൻ തയ്യാറാകണേ നബിയെ എന്ന് ഈ ആയത്തിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂചന നൽകുകയാണ്. എന്നിട്ടോ ഈ ആയത്ത് ഈ സൂറത്ത് കേട്ട സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രയാസമായി, വേദനയായി. ഇനി അതാ ആ സംഗതി കഴിഞ്ഞതിന് ശേഷം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സൂറത്ത്, ഒരു ആയത്തില്ലേ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അതെ, അൽ യൗമ അക്മൽതു ലക്കും, നിങ്ങൾക്ക് ഇന്ന് നമ്മളത് കാമിലാക്കി തന്നിട്ടുണ്ട്. എന്ത്? ദീനക്കും, നിങ്ങളുടെ ദീനിനെ എന്തായിട്ടാണ് നിങ്ങൾക്ക് തന്നത്? നിങ്ങൾക്ക് നിഅമത്തായിട്ടാണ് തന്നത്. നമുക്ക് നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഖാദറാജിക്ക് വലിയ വലിയ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ, ഖാദറാജിക്ക് വലിയ വലിയ സമ്പാദ്യമുണ്ട് അവിടെ, വലിയ വലിയ ബിസിനസ് ഉണ്ട് അല്ലേ, അതാണ് നിഅമത്ത്. ഖാദറാജിക്ക് എന്തൊരു നിഅമത്താ, അല്ല എന്തൊരു നിഅമത്താ കൊടുക്കുന്നതില്ലേ. ഖാദറാജിക്കും മുഹമ്മദാജിക്കും പോക്കറാജിക്കും ഒക്കെ ധാരാളം സമ്പാദ്യം റബ്ബ് കൊടുക്കുന്നുണ്ട്, അതൊക്കെ നിഅമത്താണ് എന്നാ നമ്മുടെ വിചാരം. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നതോ, അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നത് നിഅമത്ത് ദീനാണെന്നാ. അപ്പോ അങ്ങനെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതാ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്ത് ഇങ്ങനെ ഇറങ്ങി. ജനങ്ങളൊക്കെ സന്തോഷവാന്മാരായി. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ കഷ്ടപ്പെട്ടത് വെറുതെയായില്ല, ഞങ്ങൾ പ്രയാസപ്പെട്ടത് വെറുതെയായില്ല, ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ ഈ ദീനിന്റെ പൂർത്തീകരണം. പക്ഷേ ഒരാൾ അപ്പുറത്ത് നിന്ന് വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്താണ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നിന്ന് കരയുകയാണ്. അപ്പോ മഹാനായ ഉമറിനോട് ചോദിച്ചു, അല്ലയോ ഉമർ, എന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നത്? ഇവിടെ മതം പൂർത്തിയായില്ലേ, നമ്മൾ പണിയെടുത്തതൊക്കെ വെറുതെയായില്ലല്ലോ, അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് വന്നുപെട്ടില്ലേ എന്ന് ചോദിച്ചപ്പം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം, നമ്മളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവം. അതെ, ഒരു സംഗതി പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ, ഒരു സംഗതി പൂർത്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നീട് അതിന് ഔന്നത്യമല്ല ഉണ്ടാവുക, പിന്നെ കീഴോട്ടല്ലേ വരിക. ഇന്നത്തെ അവസ്ഥ അതല്ലേ? എവിടെയെത്തി? ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എവിടെയെത്തി? അതാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ചോദിച്ചത്, ഫമാദാ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ, പൂർണ്ണതയ്ക്ക് ശേഷം അപൂർണതയല്ലേ ഉണ്ടാവുക? ഇന്നതല്ലേ നടക്കുന്നത്? ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മുടെ പെൺകുട്ടികളൊക്കെ അവസ്ഥ എവിടെ എത്തിയിട്ടുണ്ട്? എവിടെ നോക്കിയാലും മുസ്ലിം പെൺകുട്ടികളല്ലേ? ഏത് പ്രവർത്തനങ്ങളിലും കാണുന്നത്, മുന്നിട്ട് കാണുന്നത് മുസ്ലിം പെൺകുട്ടികളെയല്ലേ? നിങ്ങൾ ഇൻസ്റ്റ എടുത്തു നോക്കൂ, ഇൻസ്റ്റ കാണുന്നത് ഞാൻ എന്തിനാ കാണുന്നതെന്നില്ലേ? ഞാൻ ഒരുപക്ഷെ എനിക്കും ഇത്തരം കാര്യങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളോട് നമുക്ക് പ്രതികരിക്കാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്കൂളിലൊക്കെ നടക്കുന്ന എന്താണ്? ഒരു മറ്റു സമുദായത്തിലെ മറ്റൊരു പെൺകുട്ടികളെയും കാണാൻ കഴിയുന്നില്ല. തലയിൽ തട്ടവും ധരിച്ച് അല്ലെങ്കിൽ ഷാളും ഇട്ടിട്ട് പൂവ് എടുത്ത് പോവാ, എന്നിട്ട് കൂട്ടുകാരന് കൊടുക്കുക, പൂവിങ്ങനെ കൊടുക്കുക. എന്താ പരിപാടി എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് മുസ്ലിം സമുദായമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. നിങ്ങൾ നോക്കി, ഒരു പെൺകുട്ടിയെയും തലമറക്കാത്ത പെൺകുട്ടിയെ കാണാനില്ല. ഇതൊക്കെ മുസ്ലിം വീടുകളിൽ നിന്ന് പോകുന്ന കുഞ്ഞുങ്ങളാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. എന്തെല്ലാം കളി, എന്തെല്ലാം കളി! അന്യ പുരുഷനാകുന്ന തൻ്റെ സഹപാഠിക്ക് കൈകൊടുക്കുക, തോളിൽ കൈയിട്ട് നടക്കുക, ഒന്നിച്ചിരിക്കുക. ഇതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അൽഗോരിതം എന്ന് പറയുന്ന സംഗതിയുടെ, ഈ സോഷ്യൽ മീഡിയയിലെ അൽഗോരിതം എന്ന് പറയുന്ന സംഗതിയുടെ പതിയെ പതിയെയുള്ള സാധാരണവൽക്കരണം എന്ന അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം നമ്മളൊന്നും ഇങ്ങനത്തെ അവസ്ഥകൾ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ
ഇന്നത്തെ ചെറിയ മക്കള് ഈ സാധനം തുറന്നിട്ട് അവർ കാണുന്നത് തന്നെ ഇതാണ്. ഇതെന്തോ മെല്ലെ 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 ഇത് സാധാരണയായി അതൊന്നും പ്രശ്നമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി വരികയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് തന്നെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? ഈ കാര്യത്തെ ഓർത്ത് ഭയപ്പെട്ടത്, കരഞ്ഞത്. പിന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുതിയഹു മിൻ സഹറത്തി ദുനിയാ മാ ശാഅ വ ബൈന മാ ഇൻദഹു. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞു, ഫഖ്താറ മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമാകുന്ന ഈ ലോകത്തെ അനുഗ്രഹങ്ങൾ മുഴുവനും അതല്ല നാളെ അല്ലാഹുവിന്റെ സവിധത്തിലുള്ളതാണോ വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ ഒരു അടിമക്ക് ഒരു അവസരം നൽകി. അങ്ങനെ ഒരു അവസരം നൽകി കുറച്ചു കാലം കൂടെ വേണമെങ്കിൽ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാം, അല്ല അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് മടങ്ങാം. അങ്ങേക്ക് ഏത് വേണം എന്ന് തെരഞ്ഞെടുക്കണം നബിയെ എന്ന് പറഞ്ഞപ്പോ ആ അടിമയോട് പറഞ്ഞപ്പം ആ അടിമ എന്ത് ചെയ്തെന്നറിയാമോ? അള്ളാന്റെ അടുക്കലേക്കുള്ളത് അങ്ങ് തെരഞ്ഞെടുത്തു. സദസ്സാകെ ഭയവിഹ്വലരായി, സദസ്സാകെ വല്ലാതെ വിഷമിച്ചു പോയി, പ്രയാസപ്പെട്ടു പോയി. സദസ്സിലിരിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിൽ ഒരു എവിടെയാണെന്ന് തിരിയാത്ത രീതിയിലേക്ക് അങ്ങ് മാറിപ്പോയി. കരയുന്നവരുണ്ട്, പൊട്ടി കരയുന്നവർ ആ സദസ്സിലിരിക്കുന്നുണ്ട്. പോരാ, പ്രയാസപ്പെട്ടിരിക്കുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയുമോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പോയില്ലേ ഹിറാ ഗുഹയിൽ കയറി. മഹാനായ പ്രവാചകന് തൻ്റെ മടിയിലേക്ക് ആ തിരുശരീരം ആ തലചായ്ച്ച് കിടക്കുകയാണ്. റസൂലുള്ളാഹി വിശ്രമിക്കട്ടെ. സഹോദരന്മാരെ, അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി ഇങ്ങനെ ഉറങ്ങുകയാണ്. നല്ല ഉറക്കത്തിലാണ്. ആ പൂമുഖത്തേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആര്? സതീർത്ഥ്യൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുറേ കഴിഞ്ഞപ്പം അതാ റസൂലുള്ളാഹിയുടെ മുഖത്ത് ഒരൽപ്പം വെള്ളം വീഴുന്നു, നനവ് വരുന്നു. മഹാനായ റസൂലുള്ളാഹി കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പം അബൂബക്കറിന്റെ കണ്ണിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കണ്ണുനീരിങ്ങനെ വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, യാ അബൂബക്കർ, അങ്ങേക്ക് എന്താണ് വിഷമം? അങ്ങേക്ക് എന്തു പറ്റി? ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണെന്നറിയുമോ? റസൂലുള്ളാഹി കിടന്നുറങ്ങുന്ന സമയത്ത് ആ ഗുഹയിൽ നിന്നൊരു പൊത്തിലൂടെ ഒരു പാമ്പ് തലയിട്ടു. ആ സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സർപ്പദംശനം ഏൽക്കരുത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ആ ദ്വാരം അടച്ചു പിടിച്ചു. സർപ്പദംശനമേറ്റു, പാമ്പിന്റെ കൊത്തേറ്റു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഉറക്കമൊരിക്കലും വേർപ്പെടുത്താൻ പാടില്ല, ശല്യപ്പെടുത്താൻ പാടില്ല എന്നുറപ്പിച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വേദന കടിച്ചമർത്തുകയായിരുന്നു. കടിച്ചമർത്തി തനിക്ക് സഹിക്കാൻ വയ്യാത്ത പ്രയാസമേറിയ വേദന വന്നപ്പോൾ ഒരൽപ്പം കണ്ണുനീർ തൻ്റെ കണ്ണിൽ നിന്ന് തൂവിപ്പോയതാ. അത്രത്തോളം റസൂലുള്ളാഹിയെ സ്നേഹിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവം കേട്ടപ്പോൾ ഫഖ്താറ മാ ഇൻദഹു എന്ന് പറഞ്ഞപ്പോൾ അത് ഈ അടിമ അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ളത് രണ്ടാമത്തേത് തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ കാര്യം മനസ്സിലായി. മഹാനവർകൾ പ്രിയപ്പെട്ടവരെ വാവിട്ട് കരയുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണെന്ന്. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ് ആ സമയത്ത്, സഹാബത്തെ,
ഞാൻ നിങ്ങളിൽ നീ എൻ്റെ കാലശേഷം നിങ്ങൾ വഴിപിഴച്ചു പോകുമെന്നല്ല എൻ്റെ വേദന. നിങ്ങളെക്കുറിച്ച് മറ്റൊരു വേദനയും എനിക്കില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന പ്രയാസം എന്താണെന്നറിയോ? ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളിലെ എൻ്റെയും നിങ്ങളുടെയും കണ്ണഞ്ചിപ്പോകുന്ന ദുനിയാവിലെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു ഈ ദുനിയാവിനെ തുറക്കുന്നതാണ്, ഇവിടുത്തെ സുഖസൗകര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു നൽകുന്നതാണ്, അതിലേക്ക് നിങ്ങളുടെ മനസ്സെത്തിപ്പോകുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളയുടെ വഫാത്തിൻ്റെ 4 ദിവസം മുമ്പ് റസൂലുള്ള സുബഹിക്ക് പള്ളിയിൽ വന്നിട്ടില്ല. പിന്നെയോ റസൂലുള്ളക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് റസൂലുള്ള പള്ളിയിലേക്ക് വന്നില്ല. പിന്നെ അന്നത്തെ മുഹറിന് മഹാനായ പ്രവാചകൻ എന്ത് ചെയ്തെന്നറിയോ? പള്ളിയിലേക്ക് വന്നു, ഇമാമത്ത് നിന്നു. എന്നിട്ടോ അങ്ങനെ ഇശാഇന് വീണ്ടും പള്ളിയിലേക്ക് വരാൻ നോക്കുമ്പം വല്ലാത്തൊരു സമയമാണ്. ആ സമയം നിങ്ങളൊന്ന് കേൾക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനോടൊപ്പം പള്ളിയിലേക്ക് പോകാൻ, അവരോടൊപ്പം നമസ്കരിക്കാൻ, തന്നോടൊപ്പം കഷ്ടപ്പാടിലും വേദനയിലും പ്രയാസത്തിലും തന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹചരന്മാരോടൊപ്പം കൂടാൻ വേണ്ടി തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ വിഷമങ്ങൾക്കും, എല്ലാ സന്തോഷങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം നമസ്കരിക്കണമെന്ന് കരുതിയിട്ട് റസൂലുള്ള ആവേശത്തോടെ എഴുന്നേൽക്കുകയാണ്. പക്ഷേ റസൂലുള്ളക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലൂടെ വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ വീണ്ടും 5 6 പ്രാവശ്യം ഹബീബിൻ്റെ തലയിലൂടെ വെള്ളമൊഴിച്ചു കൂട്ടരെ വുളൂ ചെയ്തു. പക്ഷേ റസൂലുള്ളാഹിക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. ഹബീബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അസ്വലന്നാസ്, എൻ്റെ ജനങ്ങൾ നമസ്കരിച്ചോ? എന്നാൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ കാര്യോ? വലായതൂന സ്വലാത്ത, അവർ നമസ്കാരത്തിലേക്ക് വരൂല. എങ്ങനെ? വലിയൊരു കയറിങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കെട്ടി വലിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്നാലല്ലാതെ അവർ മടിയന്മാരായിട്ടല്ലാതെ നമസ്കാരത്തിലേക്ക് വരൂല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ആ മരണവെപ്രാളത്തിന്റെ സമയത്ത് പോലും, വേദന അനുഭവിക്കുന്ന സമയത്ത് പോലും മഹാനായ പ്രവാചകൻ ചോദിച്ചത് അസ്വലന്നാസ്, എൻ്റെ ജനങ്ങൾ നമസ്കരിച്ചോ, എൻ്റെ ജനങ്ങൾ നമസ്കരിച്ചോ എന്നായിരുന്നു. അസ്വലന്നാസ്, എൻ്റെ ജനങ്ങൾ നമസ്കരിച്ചോ എന്നായിരുന്നു. പിന്നെയോ മഹാനായ പ്രവാചകൻ വഫാത്താകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പള്ളിയിലേക്ക് വന്നു. എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരെ കാണണം, എനിക്കെൻ്റെ സഹാബത്തിനെ കാണണം. റസൂലുള്ള വന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പള്ളിയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 23 വർഷക്കാലം ഞാൻ നിങ്ങളോടൊപ്പം ജീവിച്ചിട്ടുണ്ട്, നിങ്ങളോടൊപ്പം ഞാൻ പ്രബോധനം ചെയ്തിട്ടുണ്ട്. ഈ പ്രബോധന വേളയിൽ എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും പ്രയാസം, വിഷമം നിങ്ങൾക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ മുഹമ്മദ് ഇവിടെ പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹ് ആ മിമ്പറിലേക്ക് കയറി കൊണ്ടുവന്നതാ റസൂലുള്ളയെ, എടുത്തു വെച്ചതാണ് റസൂലുള്ളയെ. റസൂലുള്ളക്ക് സ്വയം ആ മിമ്പറിലേക്ക് കയറാൻ കഴിയില്ലായിരുന്നു. തൻ്റെ ഷർട്ട് അഴിച്ചു കൂട്ടുകാരെ, തൻ്റെ കുപ്പായം അഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിതാ പച്ചയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നെ ആർക്കെങ്കിലും അടിക്കേണ്ടവരുണ്ടെങ്കിൽ അടിക്കാം, എന്നെ വേദനിപ്പിക്കേണ്ടവരുണ്ടെങ്കിൽ വേദനിപ്പിക്കാം, എന്നെ പ്രയാസപ്പെടുത്തേണ്ടവരുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പ്രയാസപ്പെടുത്താം. പക്ഷേ നാളെ റബ്ബിന്റെ സവിധത്തിലേക്ക് ഇതൊന്നും വെച്ചേക്കരുതേ. അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ഒരു ദിനാറോ ഒരു ദിർഹമോ ഒന്നും ഉപകാരപ്പെടാത്ത റബ്ബിന്റെ സവിധത്തിലേക്ക് നാളെ വെച്ചേക്കല്ലേ, അവിടെ വെച്ചല്ലേ നാളം കെടുത്തല്ലേ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ സദസ്സാകെ വിങ്ങി പൊട്ടിപ്പോയി. സഹോദരന്മാരെ പൊട്ടി കരയുകയാണ് തൻ്റെ സഹചരന്മാർ, വേദന കൊണ്ട്, പ്രയാസം കൊണ്ട്, വിഷമം കൊണ്ട്. സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണേ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണേ. അങ്ങനെ ഒരു 2-3 ദിർഹം കൊടുക്കാനുണ്ടായിരുന്നു ഒരാൾക്ക്. അയാൾ അത് ചോദിച്ചു, അങ്ങനെ അത് കൊടുക്കുകയും ചെയ്തു.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്ത് ചെയ്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആ മിമ്പറിൽ നിന്ന് സ്വഹാബത്തിന് ഉപദേശങ്ങൾ നൽകി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു മരിക്കുന്നതിൻ്റെ തലേ ദിവസം, മരിക്കുന്നതിൻ്റെ വഫാത്താകുന്നതിൻ്റെ തലേ ദിവസം ഹബീബായ റസൂലുള്ളാഹിക്ക് കയ്യനക്കാൻ കഴിയില്ല, തൻ്റെ ശരീരം അനക്കാൻ കഴിയുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നു, തൻ്റെ വീട്ടുകാരെ വിളിക്കുന്നു. എന്നിട്ട് തൻ്റെ തലയിണയുടെ അടിയിലുണ്ട് ഒരു 7 ദിർഹം. ഈ ലോകത്തിൻ്റെ മഹാനായ നേതാവിൻ്റെ കയ്യിലുള്ള സമ്പാദ്യം അറിയണോ? മഹാനായ പ്രവാചകൻ കിടന്നത് എവിടെയായിരുന്നു? മരുഭൂമിയിലെ മണൽ നിറഞ്ഞ സ്ഥലത്തല്ലായിരുന്നോ? അവിടെ കിടന്നിട്ട് റസൂലുള്ളാഹിയുടെ പുറത്തൊക്കെ ഈ ഈത്തപ്പന ഓലയുടെ അടയാളങ്ങൾ കണ്ടപ്പം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, വിഷമത്തോടെ പ്രയാസത്തോടെ ചോദിച്ചില്ല, നബിയെ, അങ്ങേക്ക് ദുനിയാവിന്റെ ഒരല്പമെങ്കിലും ഒരു സൗകര്യം ലഭിക്കാൻ അല്ലാഹുവിനോട് ചോദിച്ചൂടെ നബിയെ? കാരണം സഹിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു സഹാബിയുടെ വീട്ടിൽ പോയപ്പോ, ഒരു വിരുന്നിന് പോയപ്പോ നല്ല ഭക്ഷണം കണ്ടപ്പോൾ മഹാനായ പ്രവാചകന് വിഷമമായി, സങ്കടമായി. എന്നിട്ട് ആ സഹാബിയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു പാത്രം തരുമോ? എന്തിനെന്നറിയുമോ? എൻ്റെ മകളുണ്ടല്ലോ, എൻ്റെ കരളിൻ്റെ കരളായ ഫാത്തിമ ഭക്ഷണം, ഇത്തരം ഒരു ആഹാരം കഴിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, 3 മാസമായി എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകൻ എവിടെയായിരുന്നു? സൗകര്യങ്ങളുടെ കാര്യങ്ങളിൽ എവിടെയായിരുന്നു? സമ്പത്തിന്റെ കാര്യങ്ങളിൽ എവിടെയായിരുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് എത്ര സൗകര്യത്തിലാണ്, എത്ര സുഖ സൗകര്യങ്ങളിലാണ്. വലാ തമുദ്ദന്ന ഐനൈക, നബിയെ, അങ്ങയുടെ കണ്ണുകളെ തിരിക്കരുത് കേട്ടോ. നാം അവർക്ക് നൽകിയ സുഖ സൗകര്യങ്ങളിലേക്ക് അങ്ങയുടെ കണ്ണുകളെ അങ്ങ് തിരിക്കരുത് കേട്ടോ. കാരണം നാം അവർക്ക് അതൊരു പരീക്ഷണമായിട്ട് നൽകിയതാണ് നബിയെ എന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞ ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ ധാരാളമാണ്. നമ്മൾ അതിലിങ്ങനെ ആറാടുകയാണ്. നമ്മളിത് അള്ളാനെ മറന്ന്, ഇസ്ലാമിനെ മറന്ന്, ദീനിനെ മറന്ന്, സ്വന്തത്തെ മറന്ന്, മരണത്തെ മറന്ന് നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ ആ വഫാത്തിന്റെ തലേ ദിവസം തൻ്റെ സമ്പത്ത് മുഴുവനും എടുത്തിട്ട് കൊടുക്കുകയാണ്, 7 ദിർഹം. അത് പാവപ്പെട്ടവർക്ക് മുഴുവനും ധർമ്മം ചെയ്തു. പിന്നെ തൻ്റെ വസ്ത്രമുണ്ട്, അതെ, നമുക്കിന്ന് ബ്രാൻഡഡ് ഷർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. ഇന്നിട്ട ഷർട്ട് നാളെ ഇടാൻ മടിയാണ്. ഇനി ഉള്ളതൊക്കെ വസ്ത്രം കിട്ടിക്കും, നല്ല നല്ല ഷർട്ടില്ലെങ്കിൽ പറ്റൂല. ചെറിയൊരു ആരും കാണാത്ത ഒരു തുളവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറ്റൂല. എന്നാൽ മഹാനായ പ്രവാചകന് ആകെയുണ്ടായിരുന്നത് അന്ന് 2 വസ്ത്രമായിരുന്നു. ഒന്ന് നമസ്കാരത്തിന് വരുമ്പെടുന്നത്, മറ്റൊന്ന് അതിഥികളാരെങ്കിലും വരുമ്പെടുന്നത്. ഇത് മുഴുവനും പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ടവർക്ക് കൊടുത്തു. എന്നിട്ടോ പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സഹാബത്തൊക്കെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. റസൂലുള്ളാഹിയുടെ രോഗവിവരം അറിയണം. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു സഹാബി ആരോപുറത്ത് സഹാബാക്കൾ അള്ളാന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വന്നു. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് റസൂലുള്ളാഹിയുടെ വീട്ടിൽ വെളിച്ചമില്ല. സൂകുകൊണ്ടരെ നമുക്കിന്ന് ഈ ബൾബ് ഉണ്ടായാലും മതിയാകൂല, LED ഉണ്ടായാലും മതിയാകൂല, അതിലും വലിയ ട്യൂബ്ലൈറ്റ് ഉണ്ടായാലും മതിയാകൂല, അല്ലേ? എന്നാൽ അള്ളാന്റെ റസൂലിന്റെ വീട്ടിലന്ന് വെളിച്ചമില്ലായിരുന്നു. സഹാബത്ത് ചോദിച്ചു, അല്ല ഉമ്മ, ഈ അവസ്ഥയിൽ നിൽക്കുമ്പോ അങ്ങേക്ക് ഒരൽപ്പം വെളിച്ചം കത്തിച്ചുകൂടായിരുന്നോ? സഹോദരന്മാരെ, ലോകത്തിന്റെ നേതാവില്ലേ, മഹാനായ പ്രവാചകന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ വെച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ വിളക്കിലേക്ക് ഒഴിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ഹബീബില്ലേ, ലോകത്തിന്റെ നേതാവ്, ഞങ്ങൾ 2 പേരും വിശപ്പടക്കുമായിരുന്നു എന്ന് പറഞ്ഞ സന്ദർഭം നോക്ക് നിങ്ങൾ, ഏതാണ് അവസ്ഥ? എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
എന്നും പറഞ്ഞിട്ട് മൗലിദും മറ്റും നടക്കുന്നത്, ആഘോഷങ്ങൾ നടത്തുന്നത്, മിഠായികൾ വിതരണം ചെയ്യുക. ഏത് ദിവസം? റസൂലുള്ള ജനിച്ച ദിവസം ഏതാണെന്ന് 8 അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ കാര്യത്തിൽ ഒരു സ്വഹാബത്തിനോ ഒരു പണ്ഡിതന്മാർക്കോ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. ആ ദിവസമാണ് സഹോദരന്മാരെ നമ്മളിങ്ങനെ വെളിച്ചം അലങ്കരിക്കുകയാണ്, വെളിച്ചം നാട് മുഴുവൻ അലങ്കരിക്കുകയാണ്. മരത്തിന്റെ മുകളിൽ നോക്കിയാൽ കാണുന്ന മിന്നുന്ന വെളിച്ചം പള്ളിയുടെ മുകളിലും മിനാരത്തിന്റെ മുകളിലും കാണാം. എന്നാൽ ഈ ലോകത്തോട് ഹബീബ് വിട പറയുന്ന സമയത്ത് റസൂലുള്ളയുടെ വീട്ടിൽ രാത്രിയിൽ കത്തിക്കാൻ, വെളിച്ചം കത്തിക്കാൻ, തിരിയൊന്ന് നനക്കാൻ എണ്ണയില്ലായിരുന്നു. എന്നിട്ടോ റസൂലുള്ളാഹി പറഞ്ഞു, തന്റെ പരിചയം എടുത്തിട്ട് ആ യഹൂദന് പണയം വെച്ചിട്ട് അല്പം എണ്ണ വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. ഇനി അടുത്തതോ തന്റെ ആയുധങ്ങൾ മുഴുവനും എടുത്തു. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്തു? അതൊക്കെയും യുദ്ധ ഫണ്ടിലേക്ക് റസൂലുള്ളാഹി സംഭാവന ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗത ലസകറാത്ത്. ആയിഷ, മരണത്തിന്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ. ആ സമയത്ത് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരയുകയാണ്. വാക്കർബാ, എന്റെ വാപ്പായുടെ വേദന, എന്റെ വാപ്പയുടെ പ്രയാസം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ടവരെ കരയുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട് ഈ മകളോട്, മോളെ, ഈ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് വേദനയില്ല മോളെ, പ്രയാസമില്ല മോളെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിക്കാൻ കഴിയാത്ത വേദന അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും? സക്കറാത്തിന്റെ സമയമെത്തിയാൽ ആ മലായികത്ത് വരുന്ന സമയത്ത് സഹോദരങ്ങളെ ദോഷങ്ങൾ ചെയ്തവരാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? വലിയ മുള്ളുകൾക്കിടയിലൂടെ കുടുങ്ങിക്കിടക്കുന്ന നൂല് വലിക്കുന്നത് പോലെ തന്റെ കാലിൽ നിന്ന് വലിക്കാൻ തുടങ്ങില്ലേ? വേദന സഹിക്കാൻ കഴിയുമോ? സ്വാലിഹീങ്ങളുടെ വേദന എന്ന് പറഞ്ഞാൽ വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ അത്രയും മൃദുവോടും മാധവത്തോടും കൂടിയാണെന്ന് പറഞ്ഞിട്ട് പോലും ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടതല്ലേ? ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ഏത് അവസ്ഥയിലാണ് ഇന്ന് സമൂഹം പോകുന്നത്? അള്ളാഹുവിന്റെ റസൂല് ആകെ പറഞ്ഞ 2 കാര്യം നിങ്ങൾക്കറിയാം. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറഹും അംബിയാഇഹിം മസാജിദാ. ഈ ഹദീസ് എല്ലാവർക്കും അറിയാം അല്ലേ? അവർ ഖബറുകളെ പള്ളികളാക്കി. അതുപോലെ ഉത്സവം, ഈദ, ഇങ്ങനെ 2 ഹദീസ് കാണാം. സഹോദരന്മാരെ, ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് മരിച്ചുപോയ മനുഷ്യനെ അതേ അള്ളയാക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിയില്ലേ? എഴുതിപ്പോയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചൊരു ചോദ്യല്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ? എന്നിട്ട് ഇവിടെ അല്ലാഹ് പോരാ, പിന്നെ മനുഷ്യനെ അള്ളയാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മരണത്തോടടുക്കുകയാണ്. പ്രിയപ്പെട്ട മകൾ ഇങ്ങനെ വാടിവിട്ട് കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. മകളെ വിളിച്ചു, തന്റെ അടുത്തേക്ക് വിളിച്ച് ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ വാവിട്ട് കരയുകയാണ്. ആരാണ് ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരുന്നത് കണ്ടാൽ ആര് വന്നാലും തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലാത്ത പ്രവാചകനില്ലേ? ആ പ്രവാചകൻ സ്നേഹത്തിന്റെ നിറകുടമല്ലേ? സഹനത്തിന്റെ, സാഹോദര്യത്തിന്റെ, താരാട്ടുപാടലിന്റെ നിറകുടമല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മകളെ വാരി പുണർന്നുകൊണ്ട് ആ തിരുനെറ്റിയിൽ ചുംബനങ്ങൾ അർപ്പിക്കാത്ത ദിവസമില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം വീട് ശരിയാകാത്തത് കൊണ്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് 2 പേരും ഒന്നിച്ചു പോയത്, താമസിക്കാൻ പോയത്.
അന്നത്തെ മണിയറയുടെ ദിവസമുണ്ടല്ലോ, ആ മണിയറയിൽ വെച്ച് അവർ കൊഞ്ചിക്കുകയേണ്ട സമയം, പുഞ്ചിരിക്കേണ്ട, കളികൾ പറയേണ്ട, തമാശകൾ പറയേണ്ട, പൊട്ടിച്ചിരിക്കേണ്ട അത്തരം ഒരു കിന്നാരം പറയേണ്ട സമയത്ത് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. എന്തെന്നറിയുമോ? എന്റെ ബാപ്പ ഒറ്റക്കായി പോയില്ലേ. അങ്ങനെയുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കാതിൽ അല്ലാഹുവിന്റെ റസൂൽ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞപ്പം മഹദിയായ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിട്ട് കരയുകയാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പിടിച്ചു ആ മകളോട് മറ്റൊരു സ്വകാര്യം പറഞ്ഞു. ആ സമയത്ത് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. എന്താണ് കാരണം? ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുന്നുണ്ട്. ആദ്യത്തേത് എന്താണെന്നറിയോ? മോളെ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയാണ്, നിന്റെ പിതാവ് ഇവിടെ നിന്ന് പോവുകയാണ്, അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പോവുകയാണ് മോളെ എന്ന് പറഞ്ഞപ്പോഴായിരുന്നു ആ കരച്ചിൽ. എന്നാൽ വീണ്ടും ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിക്കാനുണ്ടായ കാരണം, മോളെ, ഈ വീട്ടിൽ നിന്ന്, ഈ കുടുംബത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി നീ എന്നിലേക്ക് വരുന്നത് നീയായിരിക്കും മോളെ. ഇത് പറഞ്ഞപ്പോഴാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പുഞ്ചിരിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജിബ്രീൽ വന്നു. ജിബ്രീൽ ഇങ്ങനെ നിൽക്കുന്ന സമയം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ, ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, നീ ഒന്ന് മാറി നിൽക്കണം. ജിബ്രീൽ വന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ, ജിബ്രീൽ അല്ല, മലക്കുൽ മൗത്ത് വന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി ഇത് മലക്കുൽ മൗത്താണ്. മോളെ, എങ്ങ് പോരി, പ്രശ്നമല്ല, കാരണം ഇത് മനുഷ്യനല്ലല്ലോ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നപ്പം മലക്കുൽ മൗത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? എന്റെ റൂഹിനെ പിടിക്കാനാണോ? അങ്ങനെ ആ മലക്കുൽ മൗത്ത് വന്നപ്പോൾ താങ്കൾ അല്ലാഹുവിനോട് തെരഞ്ഞെടുത്തതല്ലേ, അള്ളാന്റെ അടുത്തേക്ക് പോകാമെന്ന് തെരഞ്ഞെടുത്തതല്ലേ, അതുകൊണ്ട് പിടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പം എനിക്ക് ജിബ്രീലിനെ കാണണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ നിമിഷത്തിൽ വന്നു. ജിബ്രീലിനോട് ചോദിച്ചു, യാ ജിബ്രീൽ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് എന്തെങ്കിലും സന്തോഷം പറയാനുണ്ടോ? എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് ഒരുക്കപ്പെട്ട സ്വർഗത്തെ കുറിച്ചും മറ്റ് സൗകര്യങ്ങളെ കുറിച്ചും മഹ്ശറയിലെ എല്ലാ സുഖസൗകര്യങ്ങളെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും പറഞ്ഞപ്പം ജിബ്രീൽ, അതെല്ലാം എനിക്ക് അല്ലാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ എന്റെ ഉമ്മത്തിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ ഉമ്മത്തിന് ആരാണെന്ന് ചോദിച്ചപ്പം അല്ലാഹ് ജിബ്രീലിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അനൽ ഖലീഫത്തു അലാ ഉമ്മതിക യാ റസൂലല്ലാഹ്. അതെ, അള്ളയുണ്ട് നബിയെ, അള്ള ഏറ്റെടുത്തതാണ് അങ്ങയുടെ ഉമ്മത്തിന്റെ കാര്യമെന്ന്. അങ്ങനെ റസൂലുള്ളാഹിക്ക് പ്രിയപ്പെട്ടവരെ സന്തോഷമായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കൈകളും മേൽപോട്ട് ഉയർത്തിയിട്ട് തന്റെ കണ്ണുകൾ എങ്ങനെ ഉയർത്തിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട്, വഫാത്തിന്റെ സമയമാണ്, മലക്കുൽ മൗത്ത് വന്നതാണ്, റസൂലുള്ളാഹിയുടെ റൂഹിനെ പിടിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഖുർആനിൽ നിന്നുള്ള ആയത്ത് പാരായണം ചെയ്യുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ ലോകത്തോട് വിട പറയുകയാണ്, നമ്മോട് വിട പറയുകയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുമ്മ അർറഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ അർറഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ അർറഫീഖൽ അഅ്ലാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ കണ്ണുകളുടെ ജലം നിൽക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കൈകളുടെ ബലം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിയുടെ കൈകൾ ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇത് കേട്ട് സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല, സ്വഹാബത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല.
മഹാനായ മുഅദ്ദിനെ ബിലാൽ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ വിവരം അറിഞ്ഞതിന് ശേഷം ആ മദീനയിൽ നിന്നിട്ടില്ല. സഹിക്കാൻ കഴിയില്ല, എന്റെ ഹബീബില്ലാതെ എനിക്ക് ഈ മദീനയിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിപ്പോയില്ലേ സഹോദരന്മാരെ. ആ സമയത്ത് മഹാനായ ഉമർ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ കൊയ്യുമെന്നും പറഞ്ഞിട്ട് ആകെ സഹിക്കാൻ കഴിയാതെ വിശ്വസിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് പറഞ്ഞു തുള്ളി നിൽക്കുകയാണ്. മറ്റു സ്വഹാബത്തൊക്കെ ഭയവിഹ്വലരാണ്. ഉമറാണ് പറയുന്നത്. ആ സമയത്ത് മഹാനും ശാന്തനുമായ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് പോയി ആ മയ്യത്തിന്റെ അടുത്തേക്ക് ചെന്നു. ആ വെളുത്ത തുണിയില്ലേ, ആ വെളുത്ത തുണി ആ തിരുമുഖത്ത് നിന്നൊന്ന് ഇങ്ങനെ നീക്കി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖത്തൊരു ചുംബനം നൽകി. ആ ചുംബനം നൽകിയതിനു ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് വന്നു. എന്നിട്ട് ആ സദസ്സിനെ ഒന്ന് വീക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ബേജാറിലാണ്, എല്ലാവരും പ്രയാസത്തിലാണ്. ഉമറാണെങ്കിലോ പിടിച്ചാ കിട്ടുന്നില്ല, വാടുമുയർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വിറക്കുകയാണ്. ഉമറിന്റെ ശരീരം കാരണം ഉമറിന് സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെല്ലെ മെല്ലെ എന്ത് ചെയ്തെന്നറിയോ? ആ മിമ്പറിലേക്ക് അങ്ങ് കയറി. എന്നിട്ടൊരു ആയത്ത് ഖുർആനിൽ നിന്ന് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. അതേ മുഹമ്മദ് ഒരു ദൂതൻ മാത്രമാണ് കേട്ടോ. അദ്ദേഹത്തിന് മുമ്പും അനേകം ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനാൽ അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ കാലടികൾ വിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ? നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ? നിങ്ങളാരോ അങ്ങനെ പോയി എന്ന് വെക്കുക. അള്ളാഹ്ക്കൊന്നും പറ്റൂലട്ടോ, അള്ളാഹ്ക്കൊന്നും സംഭവിക്കുകയില്ല. ഇനി അള്ളാഹ് അങ്ങനെ നല്ല നിലക്ക് ഉറച്ചു നിന്നവനുണ്ടല്ലോ, അവൻ ഉറച്ചു നിന്നവന് അള്ളാഹുവിന് ശുക്ർ ചെയ്തവന് അള്ളാഹ് നന്മ ചെയ്യുന്നതാണ്, ധാരാളം നന്മ ചെയ്യുന്നതാണ്. ഈ ആയത്തം ഓതിയപ്പം വിറച്ചു നിൽക്കുന്ന ഉമറില്ലേ, ഉമറിന്റെ വിറയൊക്കെ നിന്നു. ഉമറിന്റെ കൈ ഇങ്ങനെ താഴ്ന്നു, ആ വാള് താഴോട്ട് ഇങ്ങനെ പതിച്ചു, നിലം പതിച്ചു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി പോയി, താഴെ വീണു. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അപ്പോൾ ആ ആയത്ത് വിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങിയതാണ്, അവതരിച്ചതാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയം. നമ്മൾ നേരെ തിരിച്ചാണ് ആഘോഷിക്കുകയാണ്. നമ്മൾ ഭക്ഷണവും ബാക്കിയുള്ളവും കഴിച്ച് ആഘോഷിക്കുകയാണ്. ശ്രദ്ധിക്കുക, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്തൊക്കെയാണോ കാണിച്ചു തന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നവരാവുക. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് കാണിച്ചു തരാത്ത മാർഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നരകത്തിലേക്ക് പോകാം. അല്ല, അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് കാണിച്ചു തന്ന മാർഗങ്ങളാണ്, മാതൃകകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത് എങ്കിൽ അതാണ് ശരിയായ മാർഗം. അതാണ് റസൂലുള്ളാഹിയോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം. അതുകൊണ്ട് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലിദൊന്നു രചിക്കലായി, അത് കണ്ട രാജൻ ഏറ്റവും സന്തോഷമായി. അതെ, ദഹിയത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് സൂഫി വര്യന്മാരെ പിടിച്ചുകൊണ്ട് അന്ന് തൻ്റെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി, അന്ന് ജനങ്ങൾക്ക് വേണ്ടി, അന്ന് ജനങ്ങൾ തങ്ങൾക്ക് എതിരായി തിരിയാതിരിക്കാൻ വേണ്ടി അന്ന് നിർമ്മിച്ചുണ്ടാക്കിയതാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല.
ഉമർ റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളയെ സ്നേഹിക്കണം, റസൂലുള്ളയെ ബഹുമാനിക്കണം, റസൂലുള്ളയെ ആദരിക്കണം. പക്ഷേ അത് റസൂലുള്ള നമുക്ക് കാണിച്ച മാർഗങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടാവണം. അല്ലാതെ റസൂലുള്ള കാണിക്കാത്ത മാർഗം കാണിച്ചാൽ റസൂലുള്ളയോടുള്ള സ്നേഹം ഇന്നത്തെ കാലത്തൊക്കെ അല്ലേ, റസൂലുള്ളയോട് എല്ലാവരും കാണിക്കുന്ന സ്നേഹം നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ എന്താ? റസൂലുള്ള പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, നിങ്ങൾക്കറിയുമോ? റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വബിനബിയ്യിക എന്നായിരുന്നു. അങ്ങനെ അതൊക്കെ പഠിപ്പിച്ച് സ്വഹാബത്തിനെ വിളിച്ചു. പിറ്റേ ദിവസം ഒരാളെ കൊണ്ട് ചെല്ലിച്ചു. അവിടെ വബിനബിയ്യിക എന്ന് പറയുന്നിടത്ത് വബി റസൂലിക എന്ന് ആ സ്വഹാബി മാറ്റി ചൊല്ലി. സംഗതിയിൽ അർത്ഥത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ മഹാനായ പ്രവാചകന്റെ മുഖം ചുവന്നുപോയി. എന്തേ? അവിടെ എന്താ മാറ്റിയത്? അർത്ഥം മാറിയിട്ടുണ്ടോ? പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചതിൽ നിന്ന് ഒരു അക്ഷരം, ഒരു ഹർഫ്, ഒരു ഹർക്കത്ത്, ഒരു വാക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ ചൊല്ലിയാൽ അവൻ എന്നിൽ പെട്ടവനല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ നമ്മെ എന്താണോ പഠിപ്പിച്ചത് അത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത് വജ്അലിൽ ജന്നത മഅവാനാ വമഅവാഹും. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. وآخر الدعوانا أن الحمد لله رب العالمين. السلام عليكم. പിന്നെ നാളെ